വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് കണ്ട കേട്ടോ, നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ആശാനെ അവിടെ ഇങ്ങനെ എന്തോ അരിക്കുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ചൂടാണ്, ജന്തുക്കളൊക്കെ പുറത്തിറക്കും. ഇപ്പോൾ രാവിലെ എന്ന് വെച്ചപ്പോൾ ഒരു 7 മണിയാണ്. എല്ലാ ചൂടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ആശ അങ്ങനെ പുറത്തിറങ്ങി വരാം. ചൂടത്തുണ്ടാവില്ല, പക്ഷേ ചൂടില്ലാത്ത സമയത്ത് പുറത്തിറങ്ങും. മാക്സിമം സൂക്ഷിക്കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും അതിന് നമ്മൾ കാച്ചിട്ടുണ്ട് പോയി കൊന്നു കളഞ്ഞിട്ടോ. ഏതായാലും നമുക്ക് ഡേഞ്ചറാണ് ഇവിടെ വെച്ചാൽ ശരിയാവില്ല. പിന്നെ കുട്ടികളോ മക്കളൊക്കെ ഓടി കളിച്ചണ വയ്യാണ് ഇവിടെ അടുത്ത്. അപ്പോൾ നമ്മൾ നനക്കുന്ന ഏരിയയാണ്, നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണം. ഓക്കെ, എന്തോ ആണ് പെട്ടെന്ന് പുറത്തിറങ്ങിയത് കണ്ടാണ്. ഓക്കെ, സംഭവം ആള് കൊല്ലി എന്തെങ്കിലും കിട്ടുമോ, പെട്ടെന്ന് കണ്ടോ കേട്ടോ. നമ്മളെ പറമ്പിൽ നമ്മളറിയാണ്ട് തേളാണ് സംഭവം. തേള് ഗൈസ്, കരിന്തീളല്ലോ ഇവിടൊക്കെ ചാട് നോക്കാം. ഊറ്റ മോനെ, അപ്രതീക്ഷിച്ച സാധനത്തിനെ കണ്ട കേട്ടോ. ഓക്കെ, ഇവിടെ ഇറുക്ക് നോക്കാം. നമുക്ക് ഇവിടെ തട്ടി ഒഴിവാക്കണം, അല്ലെങ്കിൽ ഡേഞ്ചറാ. ഇവിടെ നിന്ന് നമ്മളെ പച്ചക്കറിൻ്റെ അടുത്ത് എപ്പോഴും നനയ്ക്കാൻ പറ്റുന്ന ഏരിയയാണ് നമ്മൾ. അമ്മ കണ്ടിട്ടില്ല ചേട്ടാ, കാണിച്ചു കൊടുക്കണം. ആശാനെ ഏതാ ചാട്ടോ? ഇവിടെ വന്നേ. തേള് ഏതാ സാധനം കേട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു, പറമ്പിലുണ്ടായിരുന്നു, ഇവിടെ പച്ചക്കറിൻ്റെ അവിടെ നിന്ന്. പെട്ടെന്ന് കണ്ടാ. ഇതിൻ്റെ ഒരു വിഷയം പലരും ചോദിച്ചിരുന്നിട, മഴ പെയ്യുമ്പോൾ ചളി തെറിക്കുമെന്ന് കേട്ടോ. ഓഫ് കോഴ്സ് ഗൈസ്, നമുക്ക് മലപ്പുറത്ത് വരെ മഴ കിട്ടിയിട്ടില്ല. മലപ്പുറത്ത് നല്ല തിരൂര് ഭാഗത്ത് നമുക്ക് മഴ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ കോഴിക്കോട് 2-3 ദിവസം മുമ്പ് പോയപ്പോൾ മഴ നല്ലോണം കിട്ടി ഗൈസ്. ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ അതിന് ചെറിയ ഷോട്ട് വേണമെങ്കിൽ ഞാൻ മുകളിൽ ഇങ്ങനെ കൊടുക്കാം, വണ്ടിൻ്റെ ഒരു ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പോർഷന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗൈസ്, ഈ ഒരു ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ടയറിൻ്റെ, നല്ല രീതിയിൽ ചളി തെറിക്കുന്നുണ്ട്. ഈ ഒരു ബോണ്ടറി ഇത് മൊത്തം ചളിയുന്നു. ഇവിടെയൊക്കെ ചളിയായിരുന്നു. ഏകദേശം ഈ ഒരു സീറ്റിൻ്റെ ഒരു ലെവൽ വരെയൊക്കെ വന്നില്ല. പക്ഷേ സീറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് മേത്തൊക്കെ ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്കൊരു അനുഭവം. പക്ഷേങ്കിൽ നമ്മൾ നോക്കിയിട്ട് മേത്തൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഭാഗം ഇവിടെയൊക്കെ നല്ലോണം ചളി ഉണ്ടായിരുന്നു. ഈ ഒരു ചളി അത്യാവശ്യം തെറിക്കുന്നുണ്ട് മഴക്കാലത്ത് കേട്ടോ. അപ്പം മഴ പെയ്യുമ്പോൾ എത്രത്തോളം കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും നിങ്ങളെന്നെ നോക്കാം. പിന്നെ ഈ ഒരു ഫ്രണ്ട് സൈഡാണെങ്കിലും ഫ്രണ്ട് സൈഡ് അത്യാവശ്യം ചളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കാണ് എല്ലാവരും ചോദിക്കുന്നത്. ബാക്ക് ഓഫ് കോഴ്സ് ഗൈസ് മോൾക്ക് ചളി എത്തുന്നുണ്ട്. എനിക്ക് 17 വയസ്സായപ്പോഴാണ് ഫസ്റ്റ് വണ്ടി എടുക്കാൻ ഞാൻ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഒരു എബ്സെറ്റ് നല്ലോണം ആ സമയത്ത് എനിക്ക് എബ്സെറ്റ് എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു. കാരണം എൻ്റെ മൂത്തമാൻ്റെ മോൻ്റെ അടുത്ത് എബ്സെറ്റായിരുന്നു, നമ്മൾ നാട്ടിൽ ഒരു കമ്പനിക്കാരൻ്റെ എബ്സെറ്റായിരുന്നു. അതൊക്കെ ഓടിച്ച് നടന്നിട്ട് എനിക്ക് എബ്സെറ്റിനോട് അതിന് കൂടുതൽ പ്രിയം. ആ സമയത്ത് എബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രെൻഡിങ്, അത്രയും മാർക്കറ്റ് വാല്യുള്ളൊരു വണ്ടിയായിരുന്നു എബ്സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എബ്സെറ്റ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എബ്സെറ്റ് മാത്രം ഒന്ന് എടുക്കുള്ളൂ എന്നുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു എനിക്കൊരു 2-3 വർഷത്തോളം. അപ്പോൾ ഞാൻ ഒരു വണ്ടി നാളെ പോയി നോക്കാം എന്നുള്ള വരെ എത്തി. പക്ഷേ അത് ചില കാരണങ്ങളാൽ നടന്നില്ല. ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളാൽ നമുക്ക് പോയി നോക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇന്ന് ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. എനിക്കൊരു കാര്യങ്ങളോട് ചെറിയൊരു മെസ്സേജ് ഞാൻ പറയാം. നമ്മളൊരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കംഫർട്ട് സോണ് എന്ന് നമ്മൾ എടുത്ത് ചാടുന്നോ, അല്ലെങ്കിൽ അതെന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്ത് പോകുന്നോ, അന്ന് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും കേട്ടോ. അത് എൻ്റെ ലൈഫിലൂടെ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. എന്നൊരു കംഫർട്ട് സോണിൽ നിൽക്കാണ്ട്, ഒരു ചെറിയ സാലറി നിൽക്കാണ്ട്, കൂടുതൽ സാലറി കിട്ടുന്ന, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന മേഖലയിലേക്ക് മാറാൻ നോക്കി. എങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഇത് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ വലിയ റിച്ച് ആണെന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കരുതേ. ഞാനിപ്പോൾ ഒരു ഫോൺ എടുത്ത് സത്യം പറയട്ടെ, എൻ്റെ ഒരു കംഫർട്ട് സോണിലായിരുന്നു ഞാൻ നാട്ടിൽ നിന്നിരുന്നത്. ഒരു ജോബും അത് വെച്ച് പോവാം എന്നുള്ളൊരു ധാരണയായി. ഏകദേശം ഒരു 10-15,000 അല്ലെങ്കിൽ 12,000 രൂപയ്ക്ക് സാലറിയിലായിരുന്നു ഞാൻ ഏകദേശം 3 വർഷം നിന്ന്. ഞാൻ തുടർന്ന് അങ്ങനെ പോകായിരുന്നു. പക്ഷേ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ, ഇതിനൊക്കെ നല്ലൊരു സാലറി ആണല്ലോ. അങ്ങനെ ഞാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത എൻ്റെ പ്രവാസം, അതുപോലെ ഒട്ടും ഇഷ്ടമല്ലാത്ത നാട്ടിൽ നിന്ന് പോലും എന്നൊക്കെ ഉള്ളത് ഒഴിവാക്കി ഗൾഫിൽ പോയി. പക്ഷേ എനിക്കതൊരു നല്ലൊരു മാർഗ്ഗമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, കംഫർട്ട് സോൺ എന്ന് ബ്രേക്ക് ചെയ്യുന്നു അന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അത് കാണുന്ന സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്
അത് ആയി കിട്ടുക എന്നുള്ള അതും അൽഹംദുലില്ലാ കുഴപ്പമില്ല. കാരണം ഏകദേശം ഞങ്ങൾ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു. അപ്പോൾ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ നമ്മൾ സ്ഥലത്തിന് വേണ്ടി ഒപ്പിക്കേണ്ടി വന്നു. ആ ഒരു പൈസ ഒപ്പിച്ചു. അൽഹംദുലില്ലാ അതിൽ പാതകം കീറി തറയ്ക്ക് ഏകദേശം ഒരു 3 ലക്ഷം റുപ്യ എങ്ങനെ വന്നിട്ടുണ്ടാവും. നമ്മൾ പാടേരിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് താത്തിയിട്ടൊക്കെ ഇടേണ്ടി വന്നതുകൊണ്ട് 3 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ചിലവായിട്ടുണ്ടാവും. സ്ഥലം എല്ലാം കൂടി നമുക്കൊരു 10-15 ലക്ഷം രൂപ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു പൈസ അൽഹംദുലില്ലാ ഇന്നും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ ഒപ്പിച്ച് ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ട് അതൊക്കെ നേടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും. പിന്നെ അതേപോലെ നമ്മൾ കംഫർട്ട് സോൺ എന്ന് ബ്രേക്ക് ചെയ്യുന്നോ, നമ്മൾ പേടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം നമ്മളെ ലൈഫിൽ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ജോബാണെങ്കിലും എനിക്ക് അതിനേക്കാൾ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു മാർഗ്ഗം ഞാൻ തേടുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാറും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് എന്നൊരു മേഖലയിൽ നിൽക്കരുത്. ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരാൾക്ക് കീഴിലോ ഒരു സാലറിക്കോ നിൽക്കരുത്. നമുക്ക് നമ്മളെ ലൈഫിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ മാർഗ്ഗങ്ങൾ തേടുക, നമ്മൾ പോവുക. അത് വെച്ചിട്ട് നമുക്ക് ലൈഫിൽ പല മാറ്റങ്ങളും വരുത്താൻ നമുക്ക് കഴിയും. ഇതുപോലൊരു മോഡൽ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ട്. ഒരാളെ കയ്യിൽ വണ്ടി ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. ഒരാളെ കയ്യിൽ വണ്ടി ഉണ്ടായിട്ട് അത് നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിക്കോട്ടെ, അവൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടിച്ചിട്ട് ഞാനത് എന്താ പറയുക, എനിക്ക് കൊണ്ടുപോകാനോ ഓടിക്കാനോ ഞാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അത് വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എന്നാണോ ആ ഒരു മുതലാവുന്നത് അന്ന് എനിക്കത് മതി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കാറ് ബൈക്ക് എല്ലാത്തിനും ലൈസൻസ് എടുത്തിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ കാർ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാർ ഓട്ടാൻ കിട്ടാറില്ല. അപ്പോൾ ആ ഒരു പേടി, നമുക്ക് വണ്ടി കൂടുതൽ കൊണ്ടെടുക്കാത്തതുകൊണ്ട് തന്നെ കാറ് എന്നുള്ളൊരു സംഭവം എനിക്ക് അത്ര ഒരു പെർഫെക്റ്റായിട്ട് ഓടിക്കാൻ ഇപ്പോഴും നിലവിൽ എനിക്ക് ധൈര്യമില്ല. കാരണം ഞാൻ ഓട്ടലില്ല, എനിക്ക് വണ്ടി ഇല്ല. പിന്നെ റെൻറ്റിനൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സ്വന്തമായിട്ട് എങ്ങനെയും നേടിയിട്ട് ആ ഒരു വണ്ടി എടുത്ത് ഓട്ടുക, അത് കൊണ്ടെടുക്കുക, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എൻ്റെ വണ്ടി ആർക്കും ചോദിച്ചാൽ കൊടുക്കില്ല എന്നൊന്നല്ല. പക്ഷേ നമ്മൾ വേറെ ഒരുത്തൻ്റെ അടുത്തുള്ള വണ്ടി നമ്മൾ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെ ഒരു വണ്ടി നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അടുത്ത് ആ വണ്ടി വെച്ചിട്ട് കൊണ്ടെടുക്കുക, അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ആരോടും ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു, സ്വന്തമായിട്ട് നേടുക, അത് വെച്ച് കൊണ്ടെടുക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ എനിക്ക് നിലവിൽ, ഞങ്ങളുടെ ഫാമിലിക്കാണെങ്കിലും. കാരണം വീട് പണി എന്ന് പറയുന്നത് തറപ്പണി കഴിഞ്ഞ് ഇനി ഇങ്ങോട്ടുള്ള പണി ഏറ്റവും അധികം സ്ട്രഗിൾ എടുക്കേണ്ട ഭാഗമാണ്. കാരണം ഇനി നമുക്ക് കട്ടിൽ വെക്കൽ, അവിടെ നിന്ന് അങ്ങോട്ട് പൊക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് വേണം ഗൈസ്. ചുരുങ്ങിയത് ഒരു 15 ലക്ഷം രൂപ നമ്മൾ വീട് പണി ഏകദേശം ഒരു സ്ട്രക്ചറായി കിട്ടണമെങ്കിൽ വേണം. അത് നിങ്ങൾക്ക് ചിന്തിക്കാമെന്ന്, ഒരു 15 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കാലം അധ്വാനിച്ചിട്ട് നേടാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാം റെഡി ആവുമെന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നോളൂ. ഇത്രയും നടന്നില്ലേ, അതാണ് നമ്മൾ ധൈര്യം. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, ചെറിയൊരു കാര്യം ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു. രാവിലത്തെ നീച്ചപ്പോൾ ഒരു കുഞ്ഞൻ എന്താ പറയുക കരിന്തേളിനെ കണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടോ. ഇങ്ങനെ പല കാര്യങ്ങൾ പെട്ടെന്ന് കണ്ട, അത്ര അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. സാധനം കണ്ടാൽ പിന്നെ നമ്മൾ വിടാൻ പാടില്ല. കാരണം നമ്മളെ സേഫ്റ്റിയാണ്. പുരക്ക് മീതെ സ്വർണ്ണം കഴിക്കുന്ന മരം ചാഞ്ഞിരുന്നാലും വെട്ടണം എന്നാണ്. അതുപോലെ നമ്മളെ സേഫ്റ്റി നോക്കി നമ്മൾ ഒഴിവാക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിൽക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ.